അത് ചെയ്യില്ല. കണ്ടന്റ് ഇതായതുകൊണ്ട് തന്നെ ചെയ്തതാണ്. അത് നന്നായി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു സാമൂഹ്യ വിമർശനമാണല്ലോ, അത് തിരിച്ചതുപോലുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ തിരിച്ചറിയട്ടെ എന്ന് വിചാരിക്കുന്നു. രണ്ട് പക്ഷം ഉണ്ടല്ലോ അതിൽ. എന്താ പറയുക, രണ്ട് കൂട്ടരും അതിലുണ്ടല്ലോ. സിനിമ കണ്ടിട്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കരയരുതെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്താൽ വന്നത്. ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കറിയാം ഇതിങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കരയരുതെന്നൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെയോ ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് എന്താ അഭിനയത്തിൽ നല്ല മൂവി. ഞാൻ എല്ലാ മൂവീസും കാണുന്നതാണ്, എല്ലാ മൂവീസും ഇറങ്ങുന്നത് കാണാറുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഫാമിലിക്ക് കാണാൻ പറ്റിയതും പിന്നെ പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടി ബ്രില്യൻ്റായിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മൂവിയാണ്. എങ്ങനെ മൂവ് ചെയ്യണം എന്നൊക്കെ അവർക്ക് കുറച്ചുകൂടി മെസ്സേജ് കൊടുക്കണം. രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതൊരു പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ്. പക്ഷേ കണ്ടന്റ് നമുക്ക് വളരെ ഇഷ്ടമാണ്. ചർച്ച ചെയ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് തോന്നിയ കണ്ടന്റാണ്. നമ്മളിലേക്ക് വന്നതിനൊരു വലിയ സന്തോഷമുണ്ട്. പല ആർട്ടിസ്റ്റിലേക്ക് പോകാൻ പറ്റുന്ന സംഭവമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് തന്നെ ആ ഒരു ഭാഗ്യം കിട്ടിയത് ഒരുപാട് ഒരുമിച്ച് പെർഫോം ചെയ്യാൻ ഇന്നത്തെ സോങ്സിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ സീനായിട്ട് സോങ്ങിന് 3-4 സിറ്റുവേഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. അതെല്ലാം പക്ഷേ കറക്റ്റായിട്ട് സ്ഥലങ്ങളിൽ മാത്രം വന്നു അധികം തീർപ്പിക്കാതെ തന്നെ വന്നു പോകുന്ന സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അല്ലേ? പിന്നെ മറ്റെന്തെങ്കിലും എല്ലാവരും കാണണം, എല്ലാവരും മൂവി കാണണം. കരച്ചിലോട്ട് മാറിയിട്ടില്ല. എനിക്ക് നല്ല ഫീലാണ്. അത് വാപ്പ എൻ്റെ ഫാദറാണ്. 45 ഇയേഴ്സായിട്ട് ഡ്രാമയിലുള്ള ആളാണ്. അന്ന് തുടങ്ങി മെയിനായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വേറെ പടം ഏതാ? ഫസ്റ്റ് ലേലത്തിൽ ഒരു ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട്.